നമസ്കാരം. ഇന്ന് നമ്മൾക്ക് വളരെ മനോഹരമായ ഒരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കിയാലോ? ഈ ഗ്രാനി സ്ക്വയർ കൊണ്ട് നമുക്ക് ടേബിൾ മാറ്റ്, ബാഗ്, പേഴ്സ് അങ്ങനെ വളരെയധികം സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് കാണുമ്പോൾ പ്രയാസമായിട്ട് തോന്നിയാലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടാണ് ഇത്. അതിനായി ആദ്യം നമുക്കൊരു നോട്ടിടാം. നോട്ടിടുമ്പോൾ വലിയ സൈഡ് വേണം അകത്തൂടെ കയറ്റിയെടുക്കാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 5mm ക്രോഷ്യ ഹുക്കാണ്. ആദ്യം ചെയ്യേണ്ടത് 4 ചെയിനാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്യാം. അതിനായി ഏറ്റവും ആദ്യത്തെ ചെയിനകത്ത് ക്രോഷ്യ ഇട്ട് ചുറ്റി വലിച്ച് ഇങ്ങെടുക്കാം. ഇനി നമുക്ക് 2 ചെയിൻ എടുക്കാം. 1, 2 ചെയിൻ ഒരു DC ആയിട്ട് കൂട്ടും. ഇനി 2 DCയും കൂടെ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒന്ന് ഞാൻ ചുറ്റിയെടുത്ത് കിട്ടുന്ന 3 ചെയിനകത്ത് 2 ചെയിനകത്തൂടെ ഞാൻ ചുറ്റിയെടുത്ത് ഇടാം. ഇനിയും 2 എണ്ണത്തിനകത്തൂടെ ഇടാം. ഇതാണ് ഒരു DC. ഇതുപോലെ നമുക്കിനി ഒരു DCയും കൂടെ ചെയ്യണം. ഇതുപോലെ തന്നെ ചുറ്റിയെടുത്ത് 2 ചെയിനകത്തൂടെ വലിച്ചെടുത്തു. വീണ്ടും 2 ചെയിനകത്തൂടെ വലിച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു പെറ്റലാണ്. ഇതുപോലെ തന്നെ അടുത്ത 3 പെറ്റലും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായി വീണ്ടും ഒരു ചെയിൻ ഇടാം. ഇനി 3 DC, 2 DC ഒരു ചെയിൻ ഉള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തത് തൊട്ട് 3 DC ചെയ്യണം, ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒരു പെറ്റൽ കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത 3 DC ചെയ്യാം. വീണ്ടും ഒരു പെറ്റൽ കഴിഞ്ഞു. ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത 3 DC ചെയ്യാം. നാലാമത്തെ പെറ്റലും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് ഇത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ആ ചെയിനിലൂടെ യാൺ എടുത്തിട്ട് വലിച്ചിങ്ങെടുക്കുക. അടുത്ത 2 സ്റ്റിച്ചുകളിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഹോളിലേക്ക് എത്താം. ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാം. അതിനായിട്ട് ഓരോ ഹോളിലും 4 ഹോൾസാണ് നമുക്കുള്ളത്. അതിൻ്റെ ഓരോ ഹോളിലും 2 പെറ്റൽസ് വെച്ച് ചെയ്യണം. എന്നാലാണ് നമുക്ക് സ്ക്വയർ ഉണ്ടാകുന്നത്. ഓരോ ഹോളിലും 2 പെറ്റൽസ്, അടുത്ത ഹോളിൽ 2 പെറ്റൽസ്, അങ്ങനെ 4 ഹോളിൽ 2 പെറ്റൽസ് വെച്ച് ചെയ്തെടുക്കാം. അതിനായി ആദ്യം 2 ചെയിൻ ഇടാം. ഈ ചെയിൻ ഒരു DC ആയിട്ട് കൂട്ടും. ഇനി നമുക്ക് അടുത്ത 2 DCയും കൂടെ ചെയ്ത് ഒരു പെറ്റൽ ഉണ്ടാക്കാം. ഇനി 2 ചെയിൻ ചെയ്തിട്ട് അടുത്ത പെറ്റൽ ഉണ്ടാക്കാം. അതിനായി 3 DC ചെയ്യാം. രണ്ട് പെറ്റൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഹോളുകളിലും 2 പെറ്റൽസ് ചെയ്തെടുക്കാം. നാല് ഹോൾസിലും 2 പെറ്റൽസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ജോയിൻ. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു റോയാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാ കോർണറിലും 2 പെറ്റൽസ് വരും. 4 കോർണറിലും 2 പെറ്റൽസ് വരും. ഇടയ്ക്കുള്ള ഒരു ഹോളിൽ ഒറ്റ പെറ്റൽ എന്ന് വെച്ചാൽ 3 DC മാത്രമാണ് വരുന്നത് ഇടയ്ക്കുള്ള പെറ്റലിൽ. അതിനായി ആദ്യം 2 ചെയിൻ എടുക്കാം. വീണ്ടും 2 DC ചെയ്തതിന് ശേഷം 2 ചെയിൻ ഇട്ടിട്ട് 3 DC എന്ന് വെച്ചാൽ കോർണറിൽ 2 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം.
നെക്സ്റ്റ് നമുക്ക് നടുക്കുള്ള ഹോളിൽ ഒരു പെറ്റൽ ഉണ്ടാക്കിയെടുക്കാം. അതായത് 3 DC ചെയ്തെടുക്കാം. വീണ്ടും കോർണറിൽ നമുക്ക് 2 പെറ്റൽസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാ വശവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത ചെയ്യേണ്ടത് ഈ ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കോർണറിലും 2 പെറ്റൽസ് തന്നെ. പിന്നെ നടുക്ക് മുന്നേ ഒരു പെറ്റലായിരുന്നു വന്നുകൊണ്ടിരുന്നെങ്കിൽ നടുക്ക് 2 ഹോൾ വരുന്നുണ്ട് ഈ പ്രാവശ്യം. ഇപ്പോൾ ഈ 2 ഹോളിലായിട്ട് ഓരോരോ പെറ്റൽസ്, ഒരു ഹോളിൽ ഒരു പെറ്റല്, അടുത്ത ഹോളിൽ അടുത്ത പെറ്റല്, ഇതാണ് വരുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പം നമുക്ക് കഴിഞ്ഞ ലെയർ ഇതാണ്. നടുക്ക് ഒരു പെറ്റല്, കോർണറിൽ 2 പെറ്റല് വെച്ചിട്ട്. ഇനി വരുന്ന ലെയറിനകത്ത് കോർണറിൽ 2 പെറ്റല്, അതിന് നടുക്ക് വശത്ത് 2 ഹോള് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഹോളിൽ ഓരോ പെറ്റൽസ് വരും. കോർണറിൽ 2 പെറ്റല്, പിന്നെ നടുക്ക് ഓരോരോ പെറ്റല് 2 ഹോളിൽ അങ്ങനെ വരും. അതിനടുത്ത ഒരു റൗണ്ട് വരുമ്പം ഇതുപോലെ കോർണർ 2 പെറ്റല്, അത് കഴിഞ്ഞിട്ട് നടുക്ക് 3 പെറ്റൽസ്, 3 ഹോളുണ്ട്, 3 പെറ്റൽസ് വരും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ നമുക്ക് എത്ര വലുത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം 2 ചെയിൻ എടുത്തിട്ട് കോർണറിൽ 2 പെറ്റൽസ്, പിന്നെ ഓരോ ഹോളിലും ഓരോരോ പെറ്റൽസ് വെച്ചിട്ട് ചെയ്തു. ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് അടുത്ത ഒരു റൗണ്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഈ റൗണ്ട് ഉണ്ടായി കഴിയുമ്പം ഇത് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി ഇത് വെച്ച് നമുക്ക് വളരെയധികം കാര്യങ്ങൾ, പൂക്കൾ വെച്ച് ഡിസൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ടേബിൾ മാറ്റ് ഉണ്ടാക്കാം. സെറാമിക് പോട്ടൊക്കെ അതിനകത്ത് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. അതിൻ്റെ പല കളറും ഡിസൈൻസും ഒക്കെ ഉണ്ടാക്കാം. ഇത് 17 ഗ്രാനി സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബാഗാണ്. ഗ്രാനി സ്ക്വയർ വീണ്ടും ലെയർസ് ഉണ്ടാക്കിയിട്ട് വലുതാക്കിയതാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ഗ്രാനി സ്ക്വയേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു വലിയ ബ്ലാങ്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് ബ്ലാങ്കറ്റ് ആയിരുന്നു അത്. 11,500 സ്ക്വയർ മീറ്റർ ഉണ്ടായിരുന്നു. MICQ എന്നുള്ള ഒരു സംഘടനയുണ്ട് ക്രോഷേ ചെയ്യുന്ന, മദർ ഇന്ത്യ ക്രോഷറ്റ് ക്യൂൻസ് ആണ്. അതിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കി ഗിന്നസ് റെക്കോർഡ് നേടിയെടുത്തത്. എൻ്റെ സ്വീകരണ മുറിയിൽ സെറാമിക് പോട്ട്സ് വെച്ചിരിക്കുന്ന മാറ്റ് ഗ്രാനി സ്ക്വയർ വെച്ച് ജോയിൻ ചെയ്തുണ്ടാക്കിയതാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലൊരു ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.